എല്ലാവർക്കും നമസ്കാരം. യുവാൽ നോഹ ഹരാരി അദ്ദേഹത്തിൻ്റെ ഹോമോ ദിയൂസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, വളരെ ദുർബലനായ മനുഷ്യനെന്ന ജീവി എങ്ങനെയാണ് മറ്റെല്ലാ ജീവിവർഗങ്ങളെയും മറികടന്നിട്ട് ഭൂമിയുടെ അവകാശികളായി തീർന്നത് എന്ന അന്വേഷണത്തിൽ അതവൻ്റെ ഭാവനാശക്തിയും കൂട്ടായ്മയും ഒത്തു ചേർന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. മറ്റു പല ജീവിവർഗങ്ങൾക്കും കൂട്ടായ്മകളുണ്ട്, ചിലപ്പോൾ ഭാവനാശക്തിയുമുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരേപോലെ ചേർന്നു വന്നതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിവർഗം ഭൂമിയുടെ ഉടമസ്ഥരായി തീർന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന ശക്തിയായി തീർന്നത് എന്ന്. അതാണ് യഥാർത്ഥത്തിൽ മവോസോയിൽ കാണുന്നത് എന്നെനിക്ക് തോന്നുകയാണ്. പുതിയ കാലത്തിൻ്റെ നിറയൗവനങ്ങളുടെ ഭാവനാശക്തിയെയും കൂട്ടായ്മയും ഒത്തുചേർത്തുകൊണ്ട് നാളത്തെ കേരളം എന്താണ് എന്ന്, നമ്മളുടെ ഭാവി എന്താണ് എന്ന് നിശ്ചയിക്കാനുള്ള ഒരു വലിയ സംരംഭമായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ രാവിലെ കുറച്ച് പിച്ചിങ് സെഷനിൽ ഇരുന്ന് കേൾക്കാൻ അവസരമുണ്ടായി. വളരെ സന്തോഷം തോന്നി. വളരെ ചെറുപ്പക്കാർ പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് വരികയാണ്. ചിലത് പ്രാവർത്തികമാക്കി തുടങ്ങിയതാണ്, ആവാൻ പോകുന്നതാണ്, ചിലരുടെ ഇത് സ്വപ്നങ്ങളാണ്. എങ്കിൽ പോലും വളരെ ആർജവത്തോടു കൂടി ചെറുപ്പക്കാർ ഇതിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒന്നും ആവശ്യമില്ലാത്ത ബഹുമാനപ്പെട്ട PM മുഹമ്മദ് റിയാസുമായിട്ട് നമ്മൾ ടൂറിസത്തെ സംബന്ധിച്ച്, ഭാവി കേരളത്തെ സംബന്ധിച്ച് ഒരല്പനേരം സംസാരിക്കാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ DYFI നേതൃത്വം കൊടുക്കുന്ന ഈ മവോസയെക്കുറിച്ച് അങ്ങയുടെ ഒരു നിരീക്ഷണവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം എന്ന് കരുതുകയാണ്. ബഹുമാന്യനായ ശ്രീ ബെന്യാമിൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ ജീവിച്ച ഈ ഭൂമിയിൽ ജീവിച്ച വർഷങ്ങളിൽ വലിയൊരു ശതമാനവും ജീവിച്ചത് DYFIക്കാരനായിട്ടാണ്. വളരെ ചെറുപ്പത്തിലെ DYFIയുടെ ഒരു പ്രവർത്തകനായി നിലകൊള്ളാൻ വേണ്ടി പറ്റിയിരുന്നു. വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും DYFIയുടെ പ്രദേശത്ത് പ്രവർത്തകനായിരുന്നു. അപ്പോൾ ആ നിലയിൽ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു അഭിമാനം തോന്നുകയാണ്. എൻ്റെ സംഘടനാ കാലത്തിൻ്റെ ഉത്തരവാദിത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രത്തോളം സാധ്യതക്കനുസരിച്ച് ഇടപെടുന്നു എന്നുള്ളതിൽ വലിയ അഭിമാനം തോന്നുന്നു. DYFIയുടെ താങ്ക് യു വെരി മച്ച്. ശരിക്കും തിരിച്ചിരുന്ന് കൊടുക്കേണ്ട, നമുക്കിപ്പോൾ ഒരു കയ്യടി കൊടുക്കാം തൽക്കാലം. ഇതാണ് കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. മുമ്പൊക്കെ 2 കുട്ടികൾ സ്റ്റേജിൽ വന്ന് മിഠായി തരണമെങ്കിൽ എത്ര സമയമെടുത്ത് ആലോചിച്ച് ചോദിച്ചിട്ട് അത് ഒറ്റയടിക്ക് കയറി വരുന്നുണ്ടല്ലോ. ചെറിയ കുട്ടികൾ പോലും ഇങ്ങനെ വലിയ ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു കാലത്ത് യുവജനങ്ങളെ എങ്ങനെ നയിക്കണമെന്നുള്ള കാര്യത്തിൽ DYFI ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിലൊന്നാണ് മാവാസോ. DYFIയുടെ ഒരു പ്രവർത്തകനായി നിലകൊണ്ട ഒരു വ്യക്തി, എന്നെപ്പോലെയുള്ള ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ജീവിക്കുന്നവർ, മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുണ്ട്. അതിൽ വലിയൊരു ശതമാനം DYFIയിൽ പ്രവർത്തിച്ചവരാണ്. അവർക്കൊക്കെ വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു സമയമാണിത്. ഇതിന് നേതൃത്വം കൊടുത്ത DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, സാങ്കേതിക വിദ്യകളുടെയും റോബോട്ടിക്സിൻ്റെയൊക്കെ ഈ കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ് എന്ന് നമുക്ക് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വലിയൊരു സാധ്യതയാണ് നമ്മളുടെ AI കാലം എന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന യന്ത്രങ്ങളുടെ ഒരു കാലത്തൊരു പക്ഷേ കേരളത്തിൻ്റെ പരിസ്ഥിതി വെച്ചുകൊണ്ട്, കേരളത്തിൻ്റെ ഭൂപ്രകൃതി വെച്ചുകൊണ്ട്, സ്ഥല ലഭ്യതയുടെ പരിമിതി വെച്ചുകൊണ്ടൊക്കെ നമുക്ക് ധാരാളം പരിമിതികളുണ്ടായിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ. അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക്
ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു കാലത്തിലാണ് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സമ്മിറ്റൊക്കെ അതാണ് മുന്നോട്ട് കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ടൂറിസം ഇനിയും എത്രയോ വികസിക്കാനുണ്ട്. ഇവിടെ ഇനിയും തൊഴിൽ തേടി വരുന്ന അനേകർക്ക് പ്രാദേശികമായ ടൂറിസത്തിൻ്റെ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ കാലത്തിൽ നിന്ന് കൊണ്ട് കാണുമ്പോൾ പൊതുവിൽ ഒരു തുടക്കമെന്ന നിലയിൽ കേരളത്തിൻ്റെ ഈ ടൂറിസം സാധ്യതകളെ ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്ന്, കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ പ്രദേശം പോലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ലാത്തതല്ല. എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ ആ സാധ്യതകളെ നമുക്ക് ഫലപ്രദമായി എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ്. കേരളത്തിൻ്റെ ബീച്ചുകൾ, കായലുകൾ, നദികൾ, മലയോര മേഖല, ഇടനാടുകൾ, കേരളത്തിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകൾ, പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിലൊക്കെ മറ്റൊരിടങ്ങളിലും കാണാത്ത ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസം പ്രൊഡക്റ്റ് അതാണ്. ഞാൻ ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കുന്നില്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസം പ്രൊഡക്റ്റ് കേരളത്തിലെ ജനങ്ങളാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഒരു മനസ്സ്, വിശാലമായ മനസ്സ്, അത് കേരളത്തിൻ്റെതായ ഒരു പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ പുറത്ത് നിന്ന് വരുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, മറ്റ് രാജ്യങ്ങളിലുള്ളവർ, അവരൊക്കെ പറയുന്നൊരു കാര്യം, ഇവിടെ വന്നാൽ ജനങ്ങൾ പൊതുവെ എടുക്കുന്നൊരു സമീപനമാണ്. നമ്മളിപ്പോൾ ഒറ്റപ്പെട്ട ചില വാർത്തകളൊക്കെ കണ്ട് ബേജാറാവേണ്ടതില്ല. പൊതുവേ കേരളം സഞ്ചാരികളെ ആതിഥേയ മര്യാദയോടുകൂടി വരവേൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ ടൂറിസം ഉൽപ്പന്നം, കേരളത്തിലെ ജനങ്ങളാണ്. പിന്നെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് പോയാലും ഉണ്ടാകുന്ന നിലയിലേക്ക് ഒരു മതവർഗീയ കലാപമോ ധ്രുവീകരണമോ ഒന്നും കേരളത്തിലില്ല. എല്ലാവരും ഒരുപോലെ കാണുന്നു, സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു, അങ്ങനെ കാണുന്നു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകാം, പക്ഷെ പൊതുവേ കേരളം അങ്ങനെയാണ്. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത. പുതിയ കാലത്തെ എടുക്കുകയാണെങ്കിൽ, പുതിയ കാലത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, ഇതിൽ കേരളത്തിൻ്റെ ടൂറിസത്തെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കേണ്ടത് യുവത്വമാണ്. അപ്പോൾ യുവത്വത്തെ എങ്ങനെ നമുക്ക് കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറ്റി തീർക്കാം? ഇപ്പോൾ പുതിയ തലമുറ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, അവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ടൂറിസം ക്ലബ്ബുകൾ വളരെ സജീവമാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്നത് കൊല്ലത്ത് ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള വെറുതെ കിടന്ന കാട് പിടിച്ച സ്ഥലം വെട്ടി നന്നാക്കി അത് വോളിബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട്, വാക്ക് വേ, ജിംനേഷ്യം, കഫറ്റീരിയ ഒക്കെയാക്കി മാറ്റി ടൂറിസം വകുപ്പ് തന്നെ ഫണ്ടഡ് പ്രോഗ്രാമാക്കി നടത്തിയൊരു പരിപാടിയിലാണ്. കേരളത്തിലാകെ തുടങ്ങാൻ വേണ്ടി പോവുകയാണത്. കേരളത്തിലെ ഇപ്പോൾ ഇവിടെയുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രദേശത്ത് MLA-മാരുൾപ്പെടെ ഇവിടെയുണ്ട്. നല്ല പാലങ്ങളുണ്ടെങ്കിൽ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലങ്ങളാണ്, അതിൻ്റെ അടിയിൽ സ്ഥലം വെറുതെ കിടക്കുക. നമുക്കറിയാം, അതിനടിയിലുള്ള സ്ഥലങ്ങളാണ് പലപ്പോഴും അരാജക പ്രവണതകളുടെ കേന്ദ്രങ്ങളായി മാറുന്നത്. അത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങളൊക്കെ തയ്യാറാവുകയാണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുക്കുകയാണെങ്കിൽ, ആ പാലങ്ങളെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കണ്ണും പൂട്ടി തരാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാണെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമുക്ക് 100ഓളം പാലങ്ങളിൽ ആ പദ്ധതി കൊണ്ടുവരും. ആ പദ്ധതിക്ക് വേണ്ടി പോയപ്പോൾ അതിൻ്റെ സംഘാടകർ ഇന്ന് കൊല്ലത്ത് ഞാൻ കണ്ടത് യുവത്വമാണ്. 100 കണക്കിന് യുവജനങ്ങൾ, ടൂറിസം ക്ലബിൻ്റെ പ്രതിനിധികൾ അവിടെ ചുമരൊക്കെ ചിത്രം വരച്ചു. അതെല്ലാം ഒരുക്കിയത് അവരാണ്. അപ്പോൾ അതിൽ നിന്നൊരു വലിയൊരു ആവേശം തോന്നി. കാരണം യുവത്വമാണ് ഇത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ടൂറിസം ക്ലബിൻ്റെ സജീവതയാണ് ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. രണ്ടാമത്തത്, അങ്ങിവിടെ പറഞ്ഞ ടെക്നോളജിയുടെ വികാസത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റുകയും യുവത്വത്തിനാണ് കൂടുതൽ. സ്വാഭാവികമാണ്. ഇപ്പോൾ കേരളത്തിൽ പരിശോധിച്ചാൽ കേരളത്തിൽ വരുന്ന മാറ്റം, ആ മാറ്റത്തെ നമ്മൾ കാണാതിരുന്നുകൂടാ. മാറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. 2016 മെയ് മാസം ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ കേരളത്തിലാകെയുള്ള സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 300ആണ്. ഇപ്പോൾ കേരളത്തിൽ ഈ മാർച്ച് മാസം 1, 2025 നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6100ആണ്.
റോക്കറ്റ് വേഗത്തിലാണത് കുതിച്ചത്. 5800 കോടി രൂപയുടെ നിക്ഷേപം സ്റ്റാർട്ടപ്പുകളിൽ മാത്രം വന്നു കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ പ്ലാനിങ് അനുസരിച്ച് അത് വലിയ സാധ്യതയാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകളെ, അതിന് താല്പര്യമുള്ള യുവജനങ്ങളെ കൂടി ടൂറിസത്തിൻ്റെ ഭാഗമാക്കുക എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി KTISH എന്ന ഒരു പരിപാടി, ടൂറിസം ഇന്നോവേഷൻ സ്ട്രാറ്റജിക് ഹബ്ബ്, അത്തരം ഹബ്ബുകൾ കൊണ്ടുവരാൻ ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ടപ്പ് മിഷനുമായി ടൂറിസം വകുപ്പ് കൈകോർത്ത് ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണെന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കും. അതിൽ പുതിയ തലമുറയായിട്ട് സംസാരിച്ചപ്പോൾ അത്ഭുതകരമായ, നമ്മളാകെ അതിശയിച്ചു പോകുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ നമ്മുടെ ഈ മറിയ എന്ന് പറയുന്ന കുട്ടിയോട് ഈ നിപ്പ് ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ വന്നു. അപ്പോൾ ആ കുട്ടി ഇവിടെ പറഞ്ഞു കേട്ടില്ല, നിങ്ങൾ പുസ്തകം ചട്ടയിടാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ശ്രമിക്കുന്നതാണ്. നമ്മൾ പലരും ചിലപ്പോൾ പുസ്തകം തന്നെ നോക്കാറില്ല, അത് വേറെ കാര്യം. എന്തായാലും ചട്ടയിടുമ്പോൾ പറ്റാതെ, അപ്പോൾ അതിന് കേക്ക് ഇത് ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായി. ഇതുപോലുള്ള ആശയങ്ങളുള്ള ഒരുപാട് പേരെ കാണാനിടയായി. അപ്പം അതൊക്കെ വെച്ച് ഇപ്പോൾ കുറേ പദ്ധതികൾ സ്റ്റാർട്ടപ്പ് മിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വരുന്നുണ്ട്. അത് നമ്മുടെ ടൂറിസം വകുപ്പിന് ഗുണം ചെയ്യും. ഇപ്പോൾ ടെൻറ്റുകൾ, ഞാനിപ്പോൾ അതിൻ്റെ ഒരു പൊതുവെ ഗ്ലാമ്പിംഗ് ടെൻറ്റ്, നമ്മൾ കാട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ ഒക്കെ പോയി കിടന്നാൽ അതിന് പോയി നക്ഷത്രം കണ്ട് കിടക്കലാണ് ഇപ്പോൾ പുതിയ ട്രെൻഡ്. സ്ലീപ്പ് ടൂറിസമാണ്. നക്ഷത്രം കണ്ട് കിടക്കുക പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, പല അർത്ഥമുണ്ട് അതിന്. അവർ 2 കിട്ടിയാൽ നക്ഷത്രം കാണുന്നതെന്നൊക്കെ പറയും. ഇതങ്ങനെയല്ല, നക്ഷത്രം ആകാശം നോക്കി കണ്ട് കിടക്കുക എന്നുള്ളതാണ് പുതിയ ഒരു ട്രെൻഡ്, സ്ലീപ്പ് ടൂറിസം. അപ്പോൾ അതിന് ടെൻറ്റ് വേണം. അല്ല നമ്മളെ നാട്ടിൽ കൊതു നമ്മളെ കൊണ്ടുപോകും, വേറെ അങ്ങോട്ട് കിടക്കുന്നതോട് തവല പിന്നെ എണീക്കുക. അപ്പോൾ അതിന് പറ്റിയ ഗ്ലാബിംഗ് ടെൻറ്റ്, അതിപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനെ ധാരണാപത്രം ഒപ്പുവെച്ചതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതിയായി വരാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ നിരവധി പദ്ധതികൾ. ഇപ്പോൾ ബഹുഭാഷ ഇൻഫർമേഷൻ കിയോസ്ക്, നമ്മളൊരു കേന്ദ്രത്തിലെത്തിയാൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദിയോ അറിയുന്നവരാകാം, ചിലപ്പോൾ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഇംഗ്ലീഷ് അവിടെ ഒരു വിഷയമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സ്പാനിഷോ ഫ്രഞ്ചോ അറിയുന്നവർ, അപ്പോൾ ആര് കേരളത്തിൽ വന്നാലും ഇത്തരം കിയോസ്കുകളിലൂടെ, ബഹുഭാഷ ഇൻഫർമേഷൻ കിയോസ്കുകളിലൂടെ കേരളം എന്താണെന്നും കേരളത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും എവിടെയൊക്കെയാണ് പോകേണ്ടത്, അങ്ങനെ ഫുൾ ഇൻഫർമേഷൻ കൊടുക്കാവുന്ന ഞാനീ പറഞ്ഞ സ്റ്റാർട്ടപ്പിൻ്റെ പദ്ധതികൾ, ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ വരികയാണ്. അപ്പോൾ ഇത് നമുക്ക് വലിയ ആവേശം നൽകുന്നതാണ്. ഇപ്പോൾ യുവത്വത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഇതിലൊക്കെ വരുന്നത് വലിയ ആവേശം തരുന്നു. നമ്മൾ ലോകമെമ്പാടും നോക്കിയാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാലും തനതായ സംസ്കാരത്തെയും പൈതൃകത്തെയും ഉയർത്തിക്കാണിക്കുന്നതിലൂടെയാണ് അവർ ടൂറിസത്തെ പലവിധത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണമായ ഉത്സവങ്ങൾ, അവിടുത്തെ ആഘോഷ പരിപാടികൾ, ഗോത്ര ജനതയുടെ പ്രത്യേക കലാവിരുന്നുകൾ, ഇതൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ടൂറിസ്റ്റുകളെ പലവിധത്തിൽ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ഇപ്പോൾ ഗുജറാത്തിലെ ഹോട്ട്ക ഗ്രാമം, കച്ചിലെ റൺ ഉത്സവം, മഹാരാഷ്ട്രയിലെ ബാരംതി, മേഘാലയയിലെ മൗലിംഗ്, സിക്കിമിലെ യൂക്ലോത്സവം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരിയും ഉത്സവങ്ങൾ പലതരത്തിൽ നടക്കുന്നുണ്ട്. തനതായ വളരെ പ്രാദേശികമായ ഉത്സവങ്ങളെ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഗ്രാമത്തിലെ പല ഗ്രാമങ്ങളിലെയും തനത് ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും ഉയർത്തിക്കാണിക്കുവാനും അതിലേക്ക് ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനുമുള്ള പദ്ധതികൾ നമുക്ക് എങ്ങനെയൊക്കെ തരത്തിൽ ആവിഷ്കരിക്കാൻ കഴിയും എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങിവിടെ പല സംസ്ഥാനങ്ങളിലെയും ഇതുപോലുള്ള പ്രത്യേകതകൾ നിറഞ്ഞ ഉത്സവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ലോകത്ത് ഇതുപോലുള്ള ഉത്സവങ്ങൾ, ലോകത്തെ പല രാജ്യങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആ രാജ്യത്തെ ഒരു പ്രത്യേക മാസം പ്രത്യേക തീയതി നടക്കുന്ന ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരും. സ്പെയിനിൽ നമുക്ക് കാണാൻ പറ്റും, മറ്റു പല രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കേരളത്തിൽ അതിന് ഏറ്റവും സാധ്യമാകുന്ന ഒന്ന് ഓണമാണ്. ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നമുക്കത് കാണുന്നതിന് അപ്പുറത്താണ്, വലിയ ഒരു വൈബ് നൽകുന്നതാണ്, വലിയൊരു മെസ്സേജ് നൽകുന്നതാണ്. 2023 ഓണാഘോഷം ഈ തിരുവനന്തപുരത്തൊക്കെ തകർപ്പൻ ഓണാഘോഷമായിരുന്നു. 24 ഓണാഘോഷം നമ്മൾ വളരെ നേരത്തെ പ്ലാൻ ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ചൂരൽമല ദുരന്തമുണ്ടായത്.
ആ ദുരന്തം സ്വാഭാവികമായിട്ട് ഓണാഘോഷങ്ങൾ മാറ്റിവെക്കേണ്ട സ്ഥിതി വന്നു. സർക്കാർ ഓണാഘോഷങ്ങൾ സർക്കാർ നടത്തുന്നത്. പക്ഷേ 2025 ഓണാഘോഷം ആ നിലയിൽ നടത്താനാണ് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ വികേന്ദ്രീകരിച്ച് പരിശോധിച്ചാൽ ഗ്രാമങ്ങളിലെ ഉത്സവങ്ങൾ, കലാരൂപങ്ങൾ, ഇപ്പോൾ തെയ്യം, അതുപോലെ ഒരുപാട്, ഞാൻ ഓരോന്നോരോന്ന് പറയുന്നില്ല, ഇതൊക്കെ കേരളത്തിൻ്റെതായ പ്രത്യേകതയാണ്. ഇതിനെയൊക്കെ നമുക്കൊരു ടൂറിസം ഉൽപ്പന്നമാക്കി മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക കലണ്ടർ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാക്കി, ഇപ്പോൾ അത് പുറത്തേക്ക് വരികയാണ്. ആ കലണ്ടർ നോക്കിയാൽ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ വെബ്സൈറ്റിലൂടെയും ഒക്കെ നോക്കിയാൽ നമുക്കത് കേരളത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും നടക്കുന്ന പ്രത്യേക ഉത്സവങ്ങൾ, പ്രത്യേക ആഘോഷങ്ങൾ, പ്രത്യേക കൂട്ടായ്മകൾ, പ്രത്യേക കലാരൂപങ്ങൾ, ഇതൊക്കെ കലണ്ടറിനകത്ത് ഉണ്ടാവും. അപ്പോൾ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നവർ മാത്രമല്ല, കേരളത്തിലുള്ളവർക്ക് തന്നെ പുതിയ അനുഭവങ്ങളും പുതിയ അറിവുമായിരിക്കും. ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾക്ക് മലബാറിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആകുന്ന അത്തരം കാര്യത്തെ കോർഡിനേറ്റ് ചെയ്ത് പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ ഇതും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും. യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, വളരെ പ്രാദേശികമായ ടൂറിസ്റ്റ് സെൻറ്ററുകളാണ്. ചിലപ്പോൾ ഒരു ഗ്രാമം കേന്ദ്രീകരിച്ചായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ചെറിയ പട്ടണം കേന്ദ്രീകരിച്ചായിരിക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ആ പട്ടണത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ചരിത്രം, അവിടെ കാണേണ്ട കാഴ്ചകളൊക്കെയുള്ള ചെറിയ ബ്രോഷറുകൾ ലഭ്യമാണ്. അതിനെ കുറേ കൂടി വികസിപ്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലഭ്യമാകുന്ന വസ്തുവകകൾ, ഒരുപക്ഷെ അവിടുത്തെ ഉൽപ്പന്നങ്ങളായിരിക്കാം, അവിടുത്തെ കരകൗശല വസ്തുക്കളായിരിക്കാം, അവിടുത്തെ ഗ്രാമീണരായ വീട്ടമ്മമാർ നിർമ്മിക്കുന്നതായിരിക്കാം. ഇത്തരം ഒരു നമ്മുടെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചോ ചെറിയ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചോ ഉള്ള വളരെ റൂറലായിട്ടുള്ള ഒരു മറ്റൊരു ടൂറിസ്റ്റ് പദ്ധതിയെക്കുറിച്ച് കൂടി നമുക്ക് ആലോചിച്ചുകൂടെ? അത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഉൽപ്പന്നങ്ങൾ, അവരുടെ തനത് ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു കേന്ദ്രമായി കൂടി മാറ്റുന്ന ഒരു തരത്തിലേക്ക് അതിനെ മാറ്റുന്നതിനെക്കുറിച്ചൊരു ആലോചന എങ്ങനെയാവും? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വരുമ്പോൾ നമുക്ക് അറിയാം, കോവിഡ് രൂക്ഷമായിരുന്നു. തൊട്ട അയൽവാസിയുടെ വീട്ടിലേക്ക് പോലും സഞ്ചരിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ. പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സഞ്ചരിക്കുന്ന ആലോചിക്കാൻ തന്നെ പറ്റില്ല. വല്ല ആത്മഹത്യ ടെൻഡൻസി ഉള്ളവരെ അന്നൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിലവിളിച്ച് കരയുകയായിരുന്നില്ല ഞങ്ങൾ ചെയ്തത്. ലോകത്ത് പോസ്റ്റ് കോവിഡിന് ശേഷം സാധ്യതയുള്ള ട്രെൻഡുകൾ ഏതൊക്കെ, അത് പഠിക്കുകയായിരുന്നു. അതിലൊരു പ്രധാന സാധനമാണ് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. കോവിഡിന് ശേഷം കാണുന്ന ഒരു ട്രെൻഡാണ് ഡ്യൂപ്പ് ടൂറിസം. ഡ്യൂപ്പ് ടൂറിസത്തിൻ്റെ പ്രത്യേകത, പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, ഇപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ABCDEF. ഞാനങ്ങനെ അക്ഷരത്ത് പറയാൻ കാരണം ഏതിൻ്റെങ്കിലും പേര് പറഞ്ഞാൽ വിട്ടുപോയത് പിന്നെ ടൂറിസം മന്ത്രി വിട്ടുപോയി എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയടിക്ക് പറയാൻ സാധ്യതയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. എന്നാൽ ഇപ്പോൾ അവിടെ മാത്രം പോകാനോ അല്ലെങ്കിൽ അവിടെ പോകാനോ അല്ല ആളുകൾ ആഗ്രഹിക്കുന്നത്. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം, അതായത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, പക്ഷേ അത്രത്തോളം അറിയപ്പെടില്ല. അങ്ങിപ്പോൾ സൂചിപ്പിച്ച പോലെ അവിടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനെയാണ് ഡ്യൂപ്പ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരുപാടെന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയടിക്ക്, ഞാൻ ഈ ചുമതല വഹിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റയടിക്ക് കേരളത്തിൽ ആകെയുള്ള ഇതുപോലുള്ള സ്ഥലങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ജീവിത അനുഭവത്തിൽ എൻ്റെ പ്രദേശത്തും ഞാൻ അറിയുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള യാത്രകൾ പരിചയപ്പെട്ട സ്ഥലങ്ങളുടെയൊക്കെ പേര് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഓരോരുത്തർക്കും പറയാൻ പറ്റുന്നുണ്ടാവും. ഞാനെന്നൊരു വ്യക്തിയെപ്പോലെ നിങ്ങളെന്ന ഓരോ വ്യക്തികൾക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ അറിയും. നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്ത് നല്ല സ്ഥലമാണിത്, നമ്മളെ നാട്ടിലെ ഈ സ്ഥലം, പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി എത്രത്തോളം മാറുന്നില്ലല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ നല്ല നിലയിൽ കൊണ്ടുവരിക, എക്സ്പ്ലോർ ചെയ്യുക, അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനുകളെ എക്സ്പ്ലോർ ചെയ്യുക. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന ഒരു പദ്ധതി ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഗ്രാമപഞ്ചായത്തുകൾക്കാണല്ലോ ഇത് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തരുന്ന പ്രൊജക്റ്റ് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകൾ തരുന്ന പ്രൊജക്റ്റ്, ടൂറിസം വകുപ്പ് ഒരു പ്രത്യേക ടീമിനെ വെച്ച് അത് പരിശോധിച്ച് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ടിങ് 60% ടൂറിസം വകുപ്പും 40% തദ്ദേശ സ്വയംഭരണ വകുപ്പും. അപ്പോൾ പുതിയ ഡെസ്റ്റിനേഷൻ വരും. അതാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച്. ഇപ്പോൾ 40 പുതിയ ഡെസ്റ്റിനേഷൻ അങ്ങനെ കേരളത്തിൽ വന്നു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഈ ഒരു പീരീഡിൽ അത് സെഞ്ചുറി അടിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി കൂടി നോക്കുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ മിനിമൈസ് ചെയ്ത് പോകുന്നത്. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കും കാലപരിധി ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കുറേ കഴിയുമ്പോൾ ആ കാലപരിധിയിലേക്ക് ആൾക്കാർക്ക് പോകാനുള്ള ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു മടുപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഊട്ടി നോക്കിക്കഴിഞ്ഞാൽ പോകുന്നുണ്ടാവും ആൾക്കാർക്ക്, പക്ഷേ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനായി ഊട്ടി മാറുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ കോവളം ഒരു കാലത്ത് വളരെ നന്നായി ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടുന്ന് ആൾക്കാർ പതിയെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളുടെ കേരളത്തിൻ്റെ മൊത്തം സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ആലപ്പുഴ, മൂന്നാർ, ഈ പറഞ്ഞ പോലെ കോവളം, കുറേ ഇടങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ടൂറിസത്തിനെ കൂടുതൽ മറ്റ് ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ പദ്ധതി വളരെയേറെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 10 വർഷം 15 വർഷത്തിനിടയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാറേണ്ടതുണ്ട്. പുതിയ ഡെസ്റ്റിനേഷൻ കണ്ടെത്തുന്നത് വളരെ പ്രധാനപ്പെട്ട. അതെ, ഇപ്പം വളരെ ഫാസ്റ്റാണ് ആൾക്കാർ. വളരെ പണ്ടത്തെ ഒരു 20 വർഷം 10 വർഷം ഒന്നും പറയാൻ പറ്റില്ല. അതിന് മുമ്പേ തന്നെ ആൾക്കാർക്ക് മടുക്കുകയും പുതിയ ഇടങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇതൊരു സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവുകളിലൊന്നായിട്ടാണ് ഞാനതിനെ കാണുന്നത്, അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷം. അത് ഈ പറഞ്ഞതുപോലെ 40-ൽ നിന്ന് 100 ആവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഒരു പക്ഷേ അത്തരം ഇടങ്ങൾ കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എനിക്ക് തോന്നുകയാണ്. പക്ഷേ അതിൽ ഞാൻ വളരെ ഒരു നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം പങ്കുവെക്കാം. അപ്പം നമുക്ക് ഒരുപാട് പാലങ്ങൾ. ഈ പാലങ്ങൾ ദീപാലങ്കൃതമായിട്ടാണ് പാരീസിൽ നമ്മൾ കാണുന്നത്. പാരീസിൽ പോയാൽ അറിയാം. അവിടെ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു സുഹൃത്ത് അവിടെ ഒരു പാലത്തിൻ്റെ അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ നോക്കിയ സമയത്തുണ്ട് അതിൻ്റെ തൊട്ട താഴത്ത് ചെറിയൊരു പാർക്ക്. അവിടെ ഇങ്ങനെ കലാപരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിങ്ങനെ ഇവിടുത്തെ പ്രദേശത്തെ കലാകാരന്മാർക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാം, പിന്നെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാം. പാലങ്ങളിങ്ങനെ വൈകുന്നേരം ലൈറ്റിംഗ് വരും. അപ്പോൾ അതിൻ്റെ ചിലവൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ഇവിടെ ഇത് നടപ്പിലാക്കണം എന്ന അതിയായ ആഗ്രഹം വന്നു. അപ്പോഴാണ് ഈ ഡിസൈൻ പോളിസിയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കോഴിക്കോട് ഫറൂഖ് പാലം കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ട്രെയിന് പോകുമ്പോൾ ഒക്കെ കാണും. ഇവിടെ കണ്ടവരുണ്ട്. ഈ ഫറൂഖ് പാലം ദീപാലങ്കൃതമായി കണ്ടവരൊന്ന് കൈ പൊന്തിക്കണം. എന്തായാലും ഒരു ഭൂരിപക്ഷം അതിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ആ പാലം എന്ന് പറയുന്നത് ഒഴിഞ്ഞു കിടന്ന അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം പാർക്ക് നവീകരിച്ചു. പാലം വന്നപ്പോൾ ഇപ്പം നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ലഹരി ഉൾപ്പെടെയുള്ള നെക്സസ് ബന്ധങ്ങളാണ്. ഇത് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഈ പാലം കാണാൻ ഇപ്പോൾ ആൾ വരുന്നു. അവിടുന്ന് സെൽഫി പോയിൻ്റ് ഉണ്ട്, സെൽഫി എടുക്കുന്നു. ഈ പാർക്കിൽ വന്ന് പാട്ട് പാടുന്നു, കളിക്കുന്നു. അവിടെ ഇപ്പം അങ്ങനത്തെ ഒരു തരത്തിലുള്ള എലമെൻസും ഇല്ല. എല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ പൊതു ഇടങ്ങളെ വർദ്ധിപ്പിച്ചാൽ ഇത്തരം പ്രതിരോധങ്ങൾ ശക്തിപ്പെടുത്താനാകും. നമ്മൾ ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർക്കണം, ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കണം. എന്നാൽ ക്രിയേറ്റീവായി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് പൊതു ഇടങ്ങളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും വലുതാണ് ഈ പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്നു, പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ തൊട്ടടുത്ത കൊല്ലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിന് ശേഷം നമ്മുടെ 2 പാലങ്ങൾ അങ്ങനെ വന്നു. ആലപ്പുഴയിലുണ്ട്, എറണാകുളത്തുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആളുകളാണ്. ഇവരൊക്കെ ഇന്നലെ എവിടെയായിരുന്നു എന്നുള്ളതാണ്. ഒരു വൈകുന്നേര സമയമായാൽ ഇവിടെയൊക്കെ വമ്പിച്ച ജന. ഇപ്പോൾ ഫറൂഖ് പഴയ പാലത്തിൻ്റെ അവിടെയൊക്കെ ശനി ഞായറൊന്നും നിൽക്കാൻ പറ്റില്ല. ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. എല്ലാ ദിവസവും അവിടെ ആളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പൊതു ഇടങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലങ്ങൾ ടൂറിസം വകുപ്പുമായിട്ട് ചർച്ച ചെയ്യുക. അപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയും ടൂറിസം മന്ത്രിയും കൂടി ഒരു ചർച്ച നടത്തുക. ഒരാളായതുകൊണ്ട് സമയം ലാഭിക്കാം. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് DTPCക്ക് കൊടുത്താൽ പാലങ്ങൾക്ക് അടിയിലുള്ള സ്ഥലം DTPC, അത് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അതൊരു കലാപ്രകടനങ്ങൾ നടത്താനും പിന്നെ കളിക്കാനും രാവിലെ നടക്കാനും ഒക്കെയുള്ള സ്ഥലം. അവിടെ മറ്റ് ഒരു തെറ്റായ പ്രവണതയും നടക്കാതെ നമുക്ക് നോക്കാൻ പറ്റും. അതിൻ്റെ നടത്തിപ്പൊക്കെ യൂത്ത് ആവണം. ടൂറിസം ക്ലബ്ബ്, യുവജനക്ഷേമ ബോർഡ്, യുവജന സൊസൈറ്റികൾ. ഇപ്പോൾ DYFI പോലുള്ള സംഘടനയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇനീഷ്യേറ്റീവിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടത് നിങ്ങളാണ്. ഇതിൻ്റെ സ്റ്റേറ്റ് വാരികൾ ഇവിടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഉണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കാൻ, ഈ പീരീഡിൽ നടപ്പിലാക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് കൂടി അതിന് ഉത്തരവാദിത്തം വരുമെന്നുള്ളത് കൊണ്ടാണ്. സന്തോഷമുണ്ട്. കാരണം കേരളം മറ്റ്
പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് രാത്രി ജീവിതങ്ങളില്ല എന്നുള്ളതാണ്. നൈറ്റ് ലൈഫ് കൊല്ലത്ത് വരുന്നു, കണ്ടിട്ടുള്ളത് കോഴിക്കോടാണ്, ബീച്ചിലാണ്, മാനവീയം വീതിയിലുണ്ട്. അങ്ങനെ നമ്മൾ പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുക. മറ്റെല്ലാ ദേശങ്ങളിലെയും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ രാത്രി ജീവിതം, നൈറ്റ് ലൈഫ് ജനങ്ങൾ പുറത്തിറങ്ങി ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ഇടങ്ങൾ വരുന്നതോടുകൂടി നമുക്ക് അതിനുള്ള ഇടങ്ങൾ തുറന്നു കിട്ടുകയും കൂടുതൽ ജനങ്ങളിൽ പുറത്തേക്ക് വരികയും അതോടുകൂടി ഈ അരാജക പ്രവണതകൾ കുറയാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ കുട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായ ചില പ്രവണതകളുണ്ടല്ലോ, നമ്മളിപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് വാർത്തകളിലൊക്കെ വായിക്കുന്നത്, നമ്മളത് ഗൗരവമായിട്ടൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇപ്പോൾ നമ്മുടെ എല്ലാം ചെറുപ്പകാലത്ത്, ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോയ് MLA ഇവിടെയുണ്ട്. നമ്മുടെയൊക്കെ ഈ ചെറുപ്പകാലത്ത് നമുക്ക് കളിക്കാൻ ഗ്രൗണ്ടുകളുണ്ട്. രാവിലെ ആയാൽ, ഞാനാണെങ്കിൽ കോഴിക്കോട് നഗര ഹൃദയത്തിൽ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു വീട്, പോലീസ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. അവിടുന്ന് ഓടി ഗ്രൗണ്ടിൽ പോലാണ്. അല്ലെങ്കിൽ അപ്പുറത്ത് സാമൂതിരി സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, അപ്പുറത്ത് മാനാഞ്ചിറ എന്ന ഗ്രൗണ്ട് ഉണ്ട്, അപ്പുറത്ത് കുളിക്കാൻ ക്ഷേത്ര കുളങ്ങളിലാണ് ഞാനൊക്കെ നീന്തൽ പഠിച്ചത്. അങ്ങനെയുള്ള അപ്പം രാവിലെ മുതൽ ഇറങ്ങുകയാണ്. ഒന്നെങ്കിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ ക്രിക്കറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ച് നമ്മൾ IM വിജയനോ അല്ലെങ്കിൽ മെസ്സി ആവുക എന്നുള്ളതല്ല, തോൽക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. തോൽക്കാൻ നമ്മൾ പഠിക്കുകയാണ്. 1-ാം ക്ലാസ്സിലായാലും 2-ാം ക്ലാസ്സിലായാലും ചെറുപ്പത്തിൽ ഏത് പ്രായത്തിലായാലും കളിക്കുമ്പോൾ കളിയിൽ നമ്മൾ തോക്കും. തോൽവിയിലൂടെ എങ്ങനെ ജീവിക്കാമെന്നുള്ളത് നമ്മൾ അറിയാതെ ഒരു പാഠം നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് അത് ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ചെറിയൊരു പാളിച്ച വന്നാൽ, ചെറിയ ഒരു പരാജയം വന്നാൽ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് നാം മാറുന്നു. നാം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ മാറുന്നുണ്ട്. അങ്ങനെ മാറുമ്പോഴാണ് പല തെറ്റായ പാതയിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ തോൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തോൽവി പഠിക്കുക, ജയമല്ല പഠിക്കേണ്ടത്, തോൽവിയാണ് പഠിക്കേണ്ടത്. തോൽവി പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. തോൽവി പഠിപ്പിക്കാനുള്ള അധ്യാപനമാണ് കായിക മത്സരങ്ങൾ, കളിയിടങ്ങൾ. അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ നമ്മൾ ഇതിനോട് ചേർത്ത് കാണേണ്ടതുണ്ട്. പരമാവധി പൊതു ഇടങ്ങളെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റണം. പൊതു ഇടങ്ങൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ കുട്ടികൾ തോൽക്കാൻ പഠിക്കും. കളിക്കുന്നതിനിടയിൽ ചിലപ്പോൾ നമ്മളെ കാല് വെച്ച് വീഴ്ത്തും, തിരിച്ചൊന്ന് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും, ചിലപ്പോൾ നമുക്ക് എല്ലാം കിട്ടും. പക്ഷെ അതിലൂടെയൊക്കെ നമ്മളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലാതാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പ്രധാന പ്രശ്നമായിട്ട് മാറുകയാണ്. അത് നമുക്ക് മാറ്റണം. നമ്മുടെ ഈ സെഷൻ്റെ പേര് കാരവനിൽ കേരളം കാണുമ്പോൾ എന്നുള്ളതാണ്. കാരവനിൽ മാത്രമല്ല, ഡബിൾ ഡക്കറിലിരുന്ന് നമ്മൾ കേരളം കാണുന്നു, ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിലിരുന്ന് കേരളം കാണുന്നു. അങ്ങനെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളുടെ ഒരു വികസനം തന്നെ കേരളത്തിൻ്റെ ടൂറിസത്തിൽ വലിയ മാറ്റത്തിന് പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് ഏത് ഡെസ്റ്റിനേഷനിൽ എത്ര ദൂരെയാണെങ്കിലും വളരെ സുരക്ഷിതമായി കുടുംബപരമായി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വലിയ സാധ്യതയാണ് നമ്മളുടെ റോഡുകളുടെ വികസനത്തിലൂടെ സംജാതമായിരിക്കുന്നത്. പണ്ട് എനിക്ക് കുട്ടിക്കാനത്ത് വരെ പോകണമെങ്കിൽ 4 മണിക്കൂർ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്ക് 2 മണിക്കൂർ കൊണ്ട് എൻ്റെ വീട്ടിലെത്താവുന്ന അത്ര മനോഹരമായ റോഡുകൾ. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ നമ്മുടെ സഞ്ചാരികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് വൃത്തിയും വെടുപ്പുമുള്ള ഇടങ്ങളാണ്. പ്രത്യേകിച്ച് പുറംദേശങ്ങളിൽ നിന്ന് വരുന്നവർ വളരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം സുരക്ഷയാണ്. അപ്പോൾ നമ്മുടെ അടിക്കടി ഉണ്ടാവുന്ന നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ, എന്നാൽ ഇപ്പോഴും നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ചില പൊതുയിടങ്ങളിൽ കാണുന്ന പ്രവണതകളുണ്ട്, വേസ്റ്റ് വലിച്ചെറിയുക. അപ്പം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ചേർത്ത് നമ്മുടെ സുരക്ഷയും അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ചേർന്നുണ്ടാകുന്ന ഇതൊക്കെ ചേർന്നിട്ട് അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പുകൾക്ക് ടൂറിസവും വേസ്റ്റ് മാനേജ്മെൻറ്റും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഇതെല്ലാം കൂടെ ചേർന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്, അതിനെക്കുറിച്ച് സർക്കാരും ടൂറിസം വകുപ്പുകളുമൊക്കെ ആലോചിക്കുന്നുണ്ടോ എന്നുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നീണ്ട 2 ചോദ്യമാണ് വന്നത്. റോഡ് പറഞ്ഞ് ഈ മാലിന്യ പ്രശ്നത്തിലേക്ക് കടക്കാം. റോഡിൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ എണ്ണം പറഞ്ഞതുപോലെ 2016 LDF സർക്കാർ വന്നതിന് ശേഷം പ്രത്യേകിച്ച് കിഫ്ബി ഫണ്ടഡ് പദ്ധതികൾ കൂടി ശക്തിപ്പെട്ടു. കേരളത്തിലെ റോഡുകൾ, നിരവധി പുതിയ റോഡുകൾ വന്നു, പാലങ്ങൾ വന്നു. റോഡുകൾ വന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നമുക്ക് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി നിങ്ങൾക്ക് പലർക്കും അറിയാം, BMNBC ആണ്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങൾ BMNBC റോഡുകളുടെ കണക്ക് പരിശോധിച്ചു. BMNBC റോഡുകളുടെ പ്രത്യേകത, ഒരു 8-10 കൊല്ലത്തേക്ക് ആ റോഡിന് ഒരു കുഴപ്പമുണ്ടാവില്ല.
പക്ഷെ ചിലവ് കൂടുതലാണ്. 1 കിലോമീറ്റർ BMNBC റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു 50 lakhs അധികം വരും. ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോൾ 30,000 കിലോമീറ്റർ PWD റോഡിൽ 5 വർഷം കൊണ്ട് 50% BMNBC റോഡാക്കി മാറ്റണം. അതായത് 15,000 കിലോമീറ്റർ റോഡ് BMNBC ആക്കണം. ഞങ്ങളതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഓരോ 2 മാസവും എത്ര BMNBC റോഡ് എന്നുള്ളൊരു കണക്കെടുത്ത് ഒരു കൊല്ലം 6, അങ്ങനെ 2 × 6 12 അങ്ങനെ കണക്കാക്കി 5 വർഷം കൊണ്ട് 50% റോഡുകൾ 15,000 കിലോമീറ്റർ റോഡുകൾ BMNBC ആക്കുന്നത് 3 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ളതാണ് അതിലെ സന്തോഷകരമായ കാര്യം. ഇനി ഇപ്പോൾ അത് 60%-ലെത്തി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗും ഒരു വൈറലായിട്ടുള്ള കോട്ടിങ്ങും 3 ലോഡിംഗ് എന്നാണല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലോഡിംഗ് 3. ലോഡിംഗ് 3 2026 ആരംഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ അധികം വൈകാതെ 100% BMNBC റോഡുകളാക്കി മാറ്റി തീർക്കാനാകും. ഇതിൽ മറ്റൊരു താല്പര്യവും ആയിരിക്കില്ല. സുതാര്യതയുണ്ട്, റോഡ് നന്നായാൽ മതി എന്നുള്ള അഭിപ്രായമാണ്. ഇതാണ് ഇതിലെ പ്രധാന ലക്ഷ്യം. മാലിന്യ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി പറയുന്ന ഘട്ടത്തിൽ ഒരു പ്രധാന വിഷയമാണ്. അത് പറയുമ്പോൾ നമുക്ക് ഭൂമിയില്ല, ജനസാന്ദ്രത കൂടുതലാണ്, നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, പ്രശ്നങ്ങൾ വരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നല്ല നിലയിൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരു പ്രധാന പ്രശ്നമാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് നടത്താൻ ടൂറിസം വകുപ്പിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. അതിൽ ടെക്നോളജിയുടെ പുതിയ സാധ്യത, അങ്ങവിടെ ചൂണ്ടിക്കാട്ടിയ ടെക്നോളജിയുടെ പുതിയ സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുവത്വത്തെ അതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവരാക്കി മാറ്റി സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ മുന്നോട്ട് പോകാനാകും എന്ന് തന്നെയാണ് കാണുന്നത്. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനുമായി നടത്തിയ ധാരണാപത്രത്തിൻ്റെ ഭാഗമായുള്ള ഡിസ്കഷനിലെ ഒരു പദ്ധതി, ഒന്നല്ല ഒരു 2-3 പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് വരുന്നത്. കേരളത്തിലെ ഡെസ്റ്റിനേഷനുകളിൽ ബാത്റൂം സൗകര്യമില്ലാത്ത പ്രശ്നമുണ്ട്. ഉള്ളിടത്ത് തന്നെ പിന്നെ ആൾക്ക് പോകാനൊരു മടി വരുന്ന വൃത്തി കുറവുള്ള പ്രശ്നമുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണാൻ സാധ്യമാകുന്ന പദ്ധതികളായിരിക്കും 2025 ഈ മേഖലയിൽ വരാൻ വേണ്ടി പോകുന്നത്. നിരവധി ചോദ്യങ്ങൾ ഇനിയുമുണ്ട്, പക്ഷേ നിങ്ങളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ എടുക്കേണ്ടതുകൂടിയുണ്ട്. പെട്ടെന്ന് അവസാനിപ്പിക്കുക ഒരു നിർദ്ദേശം കൂടി വെച്ചുകൊണ്ട് നമുക്ക് ഓഡിയൻസിലേക്ക് പോകാമെന്ന് കരുതുന്നു. ഞാൻ ഈ അടുത്തിടയ്ക്ക് ലഡാക്ക് യാത്ര നടത്തിയപ്പോൾ അവിടുത്തെ പാങ്ങോങ് ലേക്കിൽ 3 Idiots എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ വെള്ളയായണി എന്ന് പറയുന്ന സ്ഥലത്ത് കിരീടം പാലം എന്ന് പറഞ്ഞ ഒരു പാലമുണ്ട്. അത് കിരീടം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത എന്തോ ഒരു സ്ഥലമാണ്. നമുക്കിങ്ങനെ പുതിയ ഡെസ്റ്റിനേഷൻസ്, പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ജനപ്രിയ കലയായതുകൊണ്ട് ജനങ്ങൾ ധാരാളമായി ഇടുന്നുണ്ട്. അതാത് വർഷം ഇറങ്ങുന്ന ചില സിനിമകളിലെ പ്രധാനപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് കൂടി ആലോചിച്ചുകൂടെ? സിനിമ ടൂറിസമാണ്. അതിൽ 2 രീതിയിലാണ് സിനിമ ടൂറിസത്തെ നമുക്ക് കാണാൻ പറ്റുക. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിനിമകൾ പോലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കേന്ദ്രമാക്കി മാറ്റുക. അതാണ് പ്രാധാന്യം. അത് നമ്മുടെ റവന്യൂ വർദ്ധിക്കും. രണ്ടാമത്തത്, നമ്മുടെ സിനിമകൾ ഷൂട്ട് ചെയ്ത ഇടങ്ങളെ ആ സിനിമകളുടെ പഴയ പോസ്റ്റർ അല്ലെങ്കിൽ പഴയ ഒരു ലൊക്കേഷനൊക്കെ വെച്ച് ഒരു കേന്ദ്രമാക്കി മാറ്റുക. അത് രണ്ടും നമ്മളിപ്പോൾ ആരംഭിക്കുന്നുണ്ട്. ആദ്യത്തെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. രണ്ടാമത്തെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അത് തിരഞ്ഞെടുത്ത സ്ഥലം ഇവിടെ തന്നെയാണ്. അത് കിരീടം പാലമാണ്. അതിൻ്റെ ഫണ്ടിങ്ങായി ഒക്കെയായി വർക്ക് കഴിഞ്ഞ് വരാൻ വേണ്ടി പോവുകയാണ്. കിരീടം സിനിമ നമുക്കറിയാം, സിബി മലയിൽ സംവിധാനം ചെയ്ത ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ മോഹൻലാൽ സേതുമാധവനായി തകർത്തഭിനയിച്ച സിനിമയാണ്. അച്ഛനും മോനുമുള്ള രംഗം ഉൾപ്പെടെയുള്ള കിരിക്കാടൻ ജോസൊക്കെയുള്ള സിനിമയിൽ ആ പാലം വലിയ റോളാണ് വഹിക്കുന്നത്. ആ പാലമാണ് പലപ്പോഴും പാട്ടിൻ്റെ സീനായാലും സേതുമാധവന് പ്രയാസം വന്നാൽ വന്നിരിക്കുന്ന സ്ഥലമൊക്കെ ആ പാലമാണ്. അപ്പോൾ ആ നിലയിൽ ആ പാലം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ തുടക്കം ആരംഭിക്കുന്നു. ഒറ്റപ്പാലം MLA പഴയ DYFI നേതാവാണ്. അദ്ദേഹം സംസാരിച്ചു. ഒറ്റപ്പാലത്ത് കേരളത്തിലെ ഏറ്റവും അധികം സിനിമാ ഷൂട്ടിംഗ് നടന്ന സ്ഥലങ്ങളിലൊന്ന് പാലക്കാട് ജില്ലയാണ്. ഒറ്റപ്പാലം ഷൊർണൂർ ഭാഗത്താണ്. അവിടെയും ഒരു പദ്ധതി ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ബഹുമാന്യനായ മണിരത്നമായിട്ട് സംസാരിച്ചിരുന്നു. നമ്മുടെ ബോംബെ സിനിമ ഷൂട്ട് ചെയ്ത ബേക്കലിലാണ്. അവിടെ ഉയിരെ എന്ന ഗാനം ബേക്കലിലാണ്. അപ്പോൾ അവിടെ അദ്ദേഹം അരവിന്ദ് സ്വാമിയും ഇവരൊക്കെ ആയിട്ടൊരു വരാം, അവിടെ ആ നിലയിൽ മാറ്റാമെന്ന് പറഞ്ഞ് ബേക്കലിൻ്റെ BRDCയുമായി ചർച്ച ചെയ്തൊരു കാര്യമൊക്കെ മുന്നോട്ട് പോയതാണ്. അത് ഈ 2025 എന്തെങ്കിലും ഒന്ന് ആവുമെന്നാണ് കരുതുന്നത്. അപ്പോൾ സിനിമാ ടൂറിസത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്താൻ പറ്റണം. അതുപോലെ തന്നെ കേരളത്തിലേക്ക് മറ്റ് ഭാഷകളിലെ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് ആകർഷിക്കുന്ന ഒരു നില സ്വീകരിക്കണം. അതിന് ചില കാര്യങ്ങൾ സാംസ്കാരിക വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റം ഇവിടെ കൊണ്ടുവരാൻ പറ്റും.
സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുമായി വലിയ ആശയങ്ങളുമായിട്ടിരിക്കുന്ന നിങ്ങളെക്കാൾ മുമ്പിലാണ് മിനിസ്റ്റർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരാശയം പറയുമ്പോൾ തന്നെ അത് ഇതിനോടകം തന്നെ നടപ്പാക്കാനുള്ള എല്ലാ പദ്ധതികളും അദ്ദേഹം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എത്ര ഭാവനാത്മകമായിട്ടാണ്, എത്ര മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് 1-2 പേർക്ക് 2-3 പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൂടെ ചോദിച്ചിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം എന്ന് കരുതുകയാണ്. എൻ്റെ പേര് ബിനിൽ എന്നാണ്. ഗ്ലോബർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. ദേശം കൂടി പറഞ്ഞു. എറണാകുളം. എറണാകുളത്തെ കാര്യം തന്നെ പറയാം. സാർ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ബീച്ചുകൾ വളരെ വലുതാണ്. കുറച്ചധികം ബീച്ചുകളുണ്ട്. ഇപ്പം നമ്മൾ ഗോകർണയിലോ അല്ലെങ്കിൽ ഗോവയിലോ പോയി നമ്മൾ ആസ്വദിക്കുന്നതിനേക്കാളും ഭംഗിയുള്ള ബീച്ചുകൾ എറണാകുളത്തും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ എറണാകുളത്ത് തന്നെ വളപ്പ് ബീച്ച് എന്ന് പറയുന്ന ഏരിയ ഒക്കെ ഉണ്ട്. ഈ ഏരിയയിലൊക്കെ ഉള്ള ബീച്ചിൽ നമുക്ക് എന്നാണ് ഒരു ബീച്ച് ഷാക്കിലിരുന്ന് ഒരു ബിയർ കഴിച്ച് കടൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുക? ചോദ്യം കഴിഞ്ഞോ? ഇത് ഒരു ചോദ്യമാണ്. ഈ ചോദ്യം കഴിഞ്ഞു. നിക്കല് കണ്ടപ്പോ ഞാൻ അടുത്ത വരുന്നുണ്ട് തോന്നിയില്ലല്ലേ? അടുത്ത വേറെ ചോദ്യമാണ്. ആയിക്കോട്ടെ, അപ്പൊ ഇതിന് ഉത്തരം പറയാം. യെസ്. ഒന്ന്, ഒരു കാര്യം അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്. കേരളത്തിന്റെ ബീച്ചുകൾ, ആ ബീച്ചുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ ഗോവയിലൊന്നും പോകേണ്ടതില്ല. ഗോവയിൽ പോകുന്നതിൽ ഏറ്റവും അധികം മലയാളികളാണ്. അത് കേരളത്തിൽ നല്ല ബീച്ച് ഇല്ലാത്തതുകൊണ്ടല്ല, അവിടെ പോയാൽ നാട്ടുകാരെ അധികം കാണണ്ട എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, കേരളത്തിലെ ബീച്ചുകളെ നമുക്ക് മലയാളിക്ക് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, വാട്ടർ സ്പോർട്സ് ഒന്നും തന്നെ നമ്മുടെ ബീച്ചുകളിലില്ല. വാട്ടർ സ്പോർട്സുകൾ കൊണ്ടുവരണം. പലതരത്തിലുള്ള വാട്ടർ സ്പോർട്സുകളുണ്ട്. ഇപ്പോൾ വർക്കല MLA ആണ് അദ്ദേഹം. നമ്മളവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തിരമാല ഇങ്ങനെ കൂടുമ്പോൾ അത് അഴിച്ചു വെക്കുന്ന വീഡിയോ എടുത്തിട്ട് അത് പ്രദർശിപ്പിച്ച സ്ഥലങ്ങളുണ്ട്. ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. എന്നിട്ട് ഇതാ പൊട്ടി തകർന്ന് വീഴുന്നു എന്ന് പറഞ്ഞ പ്രചരണം. അനാവശ്യ വിവാദങ്ങൾ നമ്മുടെ ബീച്ച് ടൂറിസത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സാഹസികമായ ടൂറിസത്തിന് തയ്യാറാവുന്ന, റിസ്ക് എടുത്ത് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അതിൽ വരുന്നത്. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ, അവർക്ക് ഇവിടുത്തെ ബീച്ച് ടൂറിസം രക്ഷപ്പെടരുതെന്ന് ആഗ്രഹമുള്ളവരാണ്. അത് മറ്റു പല ലോബികളുടെയും കൂടി പിന്തുണയോടുകൂടിയാണ് അത് ചെയ്യുന്നത്. കാരണം കേരളത്തിൽ നിങ്ങളീ പറഞ്ഞ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്താൽ മറ്റെല്ലായിടത്തും കേരളത്തിലേക്ക് വരും. തീർച്ചയായും എല്ലായിടത്തും വരും. അപ്പം നമ്മൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ അഡ്വഞ്ചർ സ്പോർട്സ് തുടങ്ങിയ പല ആക്ടിവിറ്റീസ് ഇപ്പോൾ കേരളത്തിലെ ബീച്ചുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിവാദം എന്തൊക്കെ ഉണ്ടാക്കിയാലും സർക്കാർ എടുത്തൊരു തീരുമാനം അഡ്വഞ്ചർ സ്പോർട്സിനെ ബീച്ചിൽ വളർത്തണമെന്നാണ്. എന്ത് വിവാദം ഉണ്ടായിക്കോട്ടെ, ആ പ്രതിസന്ധിയൊക്കെ തട്ടി മാറ്റി നമ്മൾ മുന്നോട്ട് തന്നെ പോകും. എന്തൊക്കെയാണോ സാധ്യത, ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തും. അങ്ങ് പറഞ്ഞ എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല, മനസ്സിലായല്ലോ? ബാക്കി നമുക്ക് വ്യക്തിപരമായിട്ടൊന്ന് സംസാരിക്കാം. അതിനുള്ള സാധ്യതകൾ എന്താണ് എന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ പരിശോധിച്ച്, വിവാദങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഒന്നും ചെയ്യാം. വിവാദം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഒരു പദ്ധതി മുടക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ബീച്ചുകളുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താം. ബീച്ചുകൾ വികസിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ നാടിനല്ലേ, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കല്ലേ, അവിടുത്തെ നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ തുണിഷാപ്പ് നടത്തുന്നവർ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ബസ് തൊഴിലാളികൾ മുതൽ എല്ലാവർക്കും അല്ലേ. അതിൻ്റെ മാറ്റം നമുക്ക് കാണില്ലേ? സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലാണ് മാറ്റം വരിക. അപ്പോൾ ബീച്ചുകളെ വികസിപ്പിക്കുക എന്നുള്ളത് ഒരു നാടിനെ രക്ഷപ്പെടുത്തലാണ്. ഈ കാലഘട്ടത്തിൽ ഒരു നാടിനെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വലിയ സഹായകരമായി മാറും. അതിന് എന്തൊക്കെയാണോ ചെയ്യാനാവുക അതൊക്കെ നമുക്ക് ചെയ്യാം. കരുതിക്കൂട്ടി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം ചിലപ്പോൾ 1000 പേരായിരിക്കും. പക്ഷെ മീഡിയയും മറ്റും എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അത് കാണുന്നത് ഒരു വലിയ പ്രശ്നമായിട്ടാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കേരള സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളം മുൻപോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. നമ്മളെല്ലാവരും മീഡിയയിലും മുമ്പിൽ വരാനോ നമുക്ക് സംസാരിക്കാനോ അവസരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തി എന്ന് പറയുന്നു. അതിന് പല നെഗറ്റീവ് പബ്ലിസിറ്റികളും നടക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ സാറൊക്കെ ചിന്തിക്കുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ മുടക്കി വയ്ക്കുകയോ അതല്ലെങ്കിൽ അതിന് ഒരു പയ്യെ ആലോചിച്ച് ചെയ്യാമെന്ന് ചിന്തിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെല്ലാ ആളുകൾക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, അനുഭവിക്കുന്ന ആളുകൾക്ക്. അതിൽ
വിവാദങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് രീതി പറയാം. ഒന്ന്, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്നവർ സൈലൻ്റായി കാര്യങ്ങൾ നോക്കുന്നവരാണ്. ഇപ്പോൾ നിങ്ങളൊരു സോഷ്യൽ മീഡിയ എടുക്കും, ഫേസ്ബുക്ക്, അതിൻ്റെ കമൻ്റാണ് നമ്മൾ വായിക്കുക. കമൻറ്റ് 95% നെഗറ്റീവായിരിക്കും. എന്നാൽ അത് കാണുന്നവർ അതിൻ്റെ ഒരു 100 ഇരട്ടി അധികം ഉണ്ടാവും. അവർ കമൻറ്റും ചെയ്യില്ല, അവർ പോസിറ്റീവായി കാണുന്നവരായിരിക്കും. പക്ഷെ പോസിറ്റീവ് കമൻറ്റ് അവർ ചെയ്യില്ല. അപ്പം നെഗറ്റീവ് കമൻ്റാണ് മെജോറിറ്റി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒന്ന്. രണ്ട്, ഈ വിവാദങ്ങൾ എന്നൊക്കെ പറഞ്ഞ പേഴ്സണലി ഇപ്പോൾ വ്യക്തിപരമായി നമ്മളെ ആരെങ്കിലും ബാധിക്കുന്ന വിവാദം, അതിലാണല്ലോ സ്വന്തം തടിക്ക് വരുമ്പോഴാണല്ലോ ആള് ആകെ പതറുക. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ല. ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ട്രെയിൻ കയറാൻ വേണ്ടി പോയി. 2 MLA-മാരുണ്ട്, രാത്രിയാണ്. അപ്പോൾ അതിൻ്റെ തലേന്നൊരു ആരോപണം ഞങ്ങൾ 3 ആളെ പേരിലും വന്നതാണ്. അപ്പോൾ അതിലൊരാൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിപരമായി ഇങ്ങനെ ഒരു ആരോപണം, അതും ഒരു ആരോപണം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മുഖമൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ MLA-യോട് ചോദിച്ചു, അല്ല എന്താ? അപ്പോൾ അത് ഞാനൊന്നും അറിയാതെ എൻ്റെ പേരിൽ ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു, അത് സാരില്ല, 1-2 തവണ കുറച്ച് പ്രയാസം ഉണ്ടാവും, പിന്നെ ശീലമായിക്കോളൂ. അപ്പോൾ അതാണ് അതിൻ്റെ റെഡി. നമ്മൾ ഈ വിവാദങ്ങൾ എന്ന് പറയുന്നത് അതിനെ ആ നിലയിലെടുത്താൽ മതി. കേരളത്തിലെ മെജോറിറ്റി വരുന്ന ജനങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമേ അല്ല. അവർക്ക് വേണ്ടത് എന്താ? നാട് നന്നാവണം. വിവാദങ്ങളോട് താല്പര്യമില്ല. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു പോസ്റ്റ്, ഇപ്പോൾ സർക്കാർ ഇന്നത് ചെയ്തു, 1000 ലൈക്ക് അതിനുണ്ടാവും. എന്നാൽ ഒരു 25 കമൻറ്റ്, 25 നെഗറ്റീവ് ആവും. അതിലൊരു കമൻറ്റ് എന്തായിരിക്കും? കണ്ടില്ലേ കമൻറ്റുകൾ ഒക്കെ സർക്കാരിനെതിരെ. ഈ 1000 ലൈക്ക് ആരും കാണുന്നില്ല. ഇത് കണ്ട ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇതിൽ കമൻറ്റ് ചെയ്യാത്തവരുടെ എണ്ണം ആരും എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് നോക്കിയിട്ട്, അതിലെ വിവാദം നോക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ബെഡ് കടന്നു പോകും. ഇപ്പോൾ ഡിക്ഷണറിയിൽ തന്നെ ഒരു പുതിയ പദപ്രയോഗം വന്നിട്ട് ബ്രെയിൻ മരവിപ്പ് എന്നാണ്. 1800-കളിൽ അതിനുപയോഗിച്ചത് വേറൊരു കാര്യത്തിലാണ്. ഇപ്പോൾ ഡിക്ഷണറിയിൽ അതിന് ഉൾപ്പെടുത്തിയത് നെഗറ്റീവ് കമൻറ്റുകൾ തുടർച്ചയായി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനൊരു മരവിപ്പ് വരുന്ന ഡിക്ഷണറിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. നെഗറ്റീവ് എല്ലാ നിലയിലും വരും. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിനെ ആ നിലയിൽ കണ്ടുപോയാൽ മതി. ആ നെഗറ്റീവ് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമോ? ഈ ഗവൺമെൻറ് കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമോ? അത് നിങ്ങൾ ഓർത്താൽ പോരെ. അടുത്ത് എൻ്റെ പേര് സോന, കാസർഗോഡ് നിന്ന് വരികയാണ്. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കുറേ വീഡിയോസ് അങ്ങനത്തെയൊക്കെ പോസ്റ്റ് ചെയ്ത് കാണുന്നില്ലേ? അതെങ്ങനെയാണ് ലൈക്ക് നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും ഹെൽപ്ഫുള്ളായിട്ട് മാറുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇത് 2 രീതിയിലുണ്ട്. ഒന്ന്, ഇപ്പോൾ നമുക്ക് വലിയ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. വയനാട് ചൂരൽമല ദുരന്തത്തെ വയനാട് ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. വയനാട് ഡിസാസ്റ്റർ എന്ന ഹാഷ്ടാഗ് തന്നെ വലിയ നിലയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചൂരൽമല, ഇപ്പോൾ ഫ്രാൻസിസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ആദ്യാവസാനം അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ വയനാട് DYFI ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ്. അന്ന് പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോൾ സെക്രട്ടറിയായി. വയനാട്ടിലെ ഒരു പ്രദേശമാണ് ചൂരൽമല. എന്നാൽ വയനാട് ഡിസാസ്റ്റർ എന്ന പ്രചരണം വന്നതോടുകൂടി വയനാട്ടിലെ ഓരോ റിസോർട്ടും ബുക്ക് ചെയ്തവർ ബുക്കിംഗ് എന്ന് പിറകോട്ട് പോയി. വയനാടിനെ തിരിച്ചു കൊണ്ടുവന്ന ആരാ? ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരെ മുഴുവൻ ഞങ്ങൾ വയനാട്ടിലേക്ക് ക്ഷണിച്ചു. വയനാട്ടിൽ അവരെ താമസിപ്പിച്ചു. അവരോട് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയി വീഡിയോ എടുക്കാൻ പറഞ്ഞു. എൻ്റെ കേരളം എന്നും സുന്ദരം എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചു. 1 മാസം ആ ക്യാമ്പയിൻ കോൺസെൻട്രേറ്റ് ചെയ്തു. റിസോർട്ടിൽ മുറി കിട്ടാത്ത സ്ഥിതി വയനാട്ടിൽ വന്നു. 1 മാസം കൊണ്ട് വയനാട്ടിൽ മാറ്റം വന്നു. പല സ്റ്റേറ്റിൽ നിന്നും ആളുകൾ അവിടെ വന്നു. അപ്പോൾ അത് സോഷ്യൽ മീഡിയ വയനാടിനെ തിരിച്ചു പിടിച്ചതാണ്. സോഷ്യൽ മീഡിയയിലെ ഈ പുതിയ തലമുറ വയനാടിനെ തിരിച്ചു പിടിച്ചു. അതിൻ്റെ ഗുണം വയനാട്ടിലെ ജനങ്ങൾക്ക് ആകെ ഉണ്ടായി, കേരളത്തിനുണ്ടായി എന്നുള്ളതാണ്. അത് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി ഞങ്ങൾ 1-2 തവണ ചില ഗെറ്റ് ടുഗദറൊക്കെ വെച്ചിരുന്നു. അതിനിയും ശക്തിപ്പെടുത്തണം. ഇപ്പോൾ ഉദാഹരണം, ഒരു അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻ, ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം, ഡ്യൂപ്പ് ടൂറിസത്തിന് പറ്റിയ സ്ഥലം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം, ഒരു 10 വ്ളോഗർമാർ വിചാരിച്ചാൽ ലോകത്തെ അതിനെ അറിയിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കുക, ആ സ്ഥലങ്ങളെ നമുക്ക് പ്രചരിപ്പിക്കാനാവുക. നമ്മൾ പലപ്പോഴും പ്രചരണത്തെക്കുറിച്ച് ചിന്തിക്കും. ഇപ്പോൾ മാവാസോ ഒരു വ്യത്യസ്ത പരിപാടിയാണ്.
ഇത് നാളെ ദിനപത്രത്തിൽ എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വിഷ്വൽ മീഡിയയിൽ എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതിനെക്കുറിച്ച് നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ ഒരു സെൽഫി ഫോട്ടോ, ഒരു സിംഗിൾ സെൽഫി ഫോട്ടോ അവരുടെ ഹാൻഡിൽ ഇട്ടാൽ തന്നെ ഇത് വൈറലായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ വലുപ്പം അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. സോഷ്യൽ മീഡിയ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ നല്ല നിലയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ എത്തിക്കാൻ പറ്റുന്ന യുവജന സംഘടനയാണ് DYFI. ആ DYFIയുടെ പ്രവർത്തനത്തിന്, DYFI നടത്തുന്ന നല്ല പ്രവർത്തനത്തെ പ്രചരിപ്പിക്കാൻ DYFIയുടെ ഈ സംവിധാനം മാത്രം മതി. DYFIയുടെ ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ട്. അവർ മാവോസയെക്കുറിച്ച് ഒന്ന് പോസ്റ്റ് ചെയ്യുക. ഇന്നിവിടെ വന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ, വിവിധ മേഖലകളിൽ നിന്ന് വരുന്നവർ, അവരൊക്കെ ഒരു ഈ മാവോസയെക്കുറിച്ച് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പോസ്റ്റ് ഇട്ടാൽ മാത്രം മതി ഇത് വലിയ നിലയിൽ വൈറലാവാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലമാണ്. ആ കാലത്ത് സോഷ്യൽ മീഡിയക്ക് വലിയ റോളുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. ഹായ് സർ, എൻ്റെ പേര് ആദിഷ് ഷക്കീർ. ഞാൻ മെഡിക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹെൽത്ത് സ്റ്റാർട്ടപ്പിൻ്റെ കോഫൗണ്ടറാണ്. ഞാൻ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിക്ക സ്റ്റേറ്റിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഒരു കേരളക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല ടൗണിനെ, ബാംഗ്ലൂർ, പൂനെ അല്ലെങ്കിൽ കൽക്കത്ത, ഇതിനെ അപേക്ഷിച്ചാണ് കാൽക്കുലേറ്റ് പറയുക. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഏത് പഞ്ചായത്തിലും നല്ല റോഡും നല്ല വികസനവും കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ. അപ്പം അതിൽ ആദ്യമായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രിയോട് ഞാൻ അതിന് നന്ദി പറയുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പം അടുത്തൊരു ന്യൂസ്, ഒരു ഇംഗ്ലീഷ് ന്യൂസിൽ കണ്ടതെന്ന് വെച്ചാൽ തുർക്കിയിലേക്ക് ഒരു ടൂറിസം, അതായത് ഹെയറോപ്ലെയിൻ എന്ന് പറഞ്ഞിട്ട്, അത് അവിടെ ഏറ്റവും കുറവിൽ ഹെയർ പ്ലാന്റേഷൻ നടത്തുന്ന ഒരു രാജ്യമായിട്ട് കാണുകയും യൂറോപ്പിൽ നിന്ന് അവിടത്തേക്ക് ആൾക്കാരുടെ തള്ളിക്കയറ്റം, കാരണം $20,000 യൂറോപ്പിലൊക്കെ വരുന്നത്, $10,000 മാത്രമേ ഈ തുർക്കിയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹെയറോപ്ലെയിൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണത്. യെസ്. അപ്പം എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ ഹെൽത്ത് സർവീസിൽ, അതുപോലെ തന്നെ ഹെൽത്ത് പ്രൊഫഷൻസിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു നാടാണ്. ഒരുപാട് നഴ്സുമാരും ഡോക്ടേഴ്സും ഉള്ള ഒരു സ്ഥലമാണ് നമ്മളെ കേരളം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു നാച്ചുറൽ ഇക്കോ ടൂറിസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ഹെൽത്ത് ടൂറിസത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൂടെ? ഹെൽത്ത് ടൂറിസം നല്ല സാധ്യതയുള്ള ഒരു സ്റ്റേറ്റും കൂടിയല്ലേ എല്ലാം കൊണ്ടും. തീർച്ചയായിട്ടും വെൽനസ് ടൂറിസം അഥവാ ഹെൽത്ത് ടൂറിസം ഏറ്റവും സാധ്യതയുള്ളത് കേരളത്തിലാണ്. ആയുർവേദം മാത്രമല്ല, അലോപ്പതി, എല്ലാ സാധ്യതകളും ഉണ്ട്. പലപ്പോഴും ശ്രീലങ്കയിലേക്കാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റും മറ്റുമായിട്ട് ടൂറിസ്റ്റുകൾ പോകുന്നത്. ഇപ്പോൾ ശ്രീലങ്കയിലെ ചില പൊളിറ്റിക്കൽ ക്രൈസിസും പ്രശ്നങ്ങളും വന്നു, ഇടക്കാലത്ത് വന്നു, അതിൻ്റെ ചില പ്രശ്നം അവിടെ ഉണ്ടായി. ശ്രീലങ്കയിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നതിൻ്റെ പ്രധാന പങ്ക് അവിടെ വഹിക്കുന്നത് ശ്രീലങ്കൻ എയർവേസ് ആണ്. നമുക്കങ്ങനെ ഒരു എയർവേസ് ഇല്ല, നമ്മളൊരു സ്റ്റേറ്റ് മാത്രമാണ്, ഒരു രാജ്യമല്ല. പക്ഷേ കേരളം ടൂറിസം മേഖലയിൽ മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല, ലോകത്തെ രാജ്യങ്ങളോടാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ നിലയിൽ കേരളത്തിൻ്റെ ഏറ്റവും സാധ്യതയാണ്, പൊട്ടൻഷ്യലാണ് വെൽനസ് ടൂറിസം. അത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തപ്പോൾ ആയുർവേദ ആശുപത്രികൾ, ഞാനതിനെ മറ്റ് പ്രൈവറ്റ് ഫേംസിനെ കുറിച്ചൊന്നും സൂചിപ്പിക്കുന്നില്ല, ആയുർവേദ ആശുപത്രികൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പലതും നല്ല ടൂറിസ്റ്റ് ആംഗിളിലുള്ള സ്ഥലത്തിലാണ്. ആ ആയുർവേദ ആശുപത്രികളിൽ ചില സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവയെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താം. ഇത് ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിരവധിയുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ക്വാളിറ്റിയാണ്. ചില സ്ഥലത്ത് ഒഴിച്ചിൽ നടത്തി കഴിഞ്ഞാൽ നല്ല നിലയിൽ നടന്നയാൾക്ക് പിന്നെ ഞൊണ്ടി നടക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ഇതിനൊരു സർട്ടിഫിക്കേഷൻ ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉറപ്പ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ സർട്ടിഫിക്കേഷൻ, ഇതൊക്കെ വിവിധ വകുപ്പ്, ആരോഗ്യ വകുപ്പ് നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ ഒരു വെൽനസ് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾ വരുന്നുണ്ട്. കേരളത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഫുട്ബോൾ താരങ്ങളുണ്ട്, സിനിമാ താരങ്ങൾ മറ്റിടങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്, ഭരണാധികാരികളുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അവരൊന്ന് പോയൊന്ന് ട്വീറ്റ് ചെയ്താൽ മാത്രം മതി, ആ ടൂറിസ്റ്റ് കേന്ദ്രം വലിയ ക്ലിക്കായി മാറുന്ന സ്ഥിതി വരും. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു ഫ്യൂച്ചറാണ്. അങ്ങവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യം ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. വെൽനസ് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയെ എങ്ങനെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് ഉപയോഗപ്പെടുത്താനാകും എന്ന് തീർച്ചയായും പരിശോധിച്ച് നമുക്ക് നടപ്പിലാക്കാം. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഭാവി ഒരു വലിയ ടൂറിസം സാധ്യതകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇനിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും
സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്നവർ അത്തരത്തിലുള്ള സാധ്യതകൾ ആരായുകയും കേരള സർക്കാരുമായിട്ടും ടൂറിസം വകുപ്പുമായിട്ടും ചേർന്നുകൊണ്ട് ആ സാധ്യതകൾ വികസിപ്പിക്കാനുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയും അതിന് എല്ലാ പിന്തുണയും മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ടൂറിസം വകുപ്പിനെക്കുറിച്ച്, ടൂറിസത്തെക്കുറിച്ച്, ലോക ടൂറിസം ഭൂപടത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണവും ബോധ്യവും ലക്ഷ്യവുമുള്ള ഒരാളാണ് വകുപ്പ് മന്ത്രിയായി നമുക്കിടയിലുള്ളത് എന്നത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുമായി നമുക്ക് ഒത്തുചേരാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായി ഇപ്പോൾ ധാരണാപത്രം ഒപ്പുവെച്ചു. നിങ്ങൾക്ക് ടൂറിസം സെക്ടറിൽ ആരംഭിക്കാൻ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എൻ്റെ ഓഫീസുമായി കോൺടാക്ട് ചെയ്യാം, ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിനെല്ലാ പിന്തുണയും, എന്തൊക്കെ നിലയിലുള്ള പിന്തുണയാണോ നിങ്ങൾക്ക് വേണ്ടത്, എല്ലാ പിന്തുണയും ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഏത് രാജ്യം നിങ്ങളെടുത്ത് പരിശോധിച്ചാലും അവിടെ ടൂറിസം വികസിച്ചിട്ടുള്ളത് പരീക്ഷണങ്ങളിലൂടെയാണ്. ഇന്നോവേറ്റീവായ സ്റ്റെപ്സ് കൊണ്ട് മാത്രമേ ടൂറിസത്തിന് രക്ഷയുള്ളൂ. പരമ്പരാഗത രീതികൾ കൊണ്ട് മാത്രം ടൂറിസം രക്ഷപ്പെടില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ തീർച്ചയായും ചുവടുവെപ്പുകൾ, അത് കാലത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് തുല്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. അതിന് നിങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി പറ്റും. ചെറുതും വലുതുമായ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ പദ്ധതികൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ ശ്രീ ബെന്യാമിൻ, അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഞാൻ ഏറ്റവും അധികം വായിച്ചത് കോവിഡ് കാലത്താണ്. അന്ന് വായിക്കുകയും വിളിച്ച് ഫോണിലൂടെ ഞങ്ങൾ പരസ്പരം അത് സംസാരിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണ്. അദ്ദേഹത്തോടൊപ്പം കേരളത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം, അതും സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലയുടെ കുതിപ്പിന് വലിയ നിലയിൽ സംഭാവന നൽകാൻ, വേഗത വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് സന്തോഷമാണ്. അതിലെനിക്ക് ഏറ്റവും സന്തോഷം എന്നെ ഞാനാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയാണിത് എന്നുള്ളതാണ്. ആ യുവജന പ്രസ്ഥാനം ഇങ്ങനെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളത് ആ യുവജന പ്രസ്ഥാനത്തിൽ മുമ്പ് പ്രവർത്തിച്ച ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഭിമാനമുളവാക്കുന്ന കാര്യമാണ്. നിങ്ങൾ ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത്. മാങ്ങയുള്ള മാവിലെ ഏറ് വരൂ, അത് ഒരു തരത്തിലും മൈൻഡ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ പ്രവൃത്തിയുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഞങ്ങളുടെ കാലം ഗംഭീരം, ഇപ്പത്ര പോരാ എന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കാലം ഗംഭീരം, ഇപ്പോഴൊക്കെ വിഡ്ഢികളാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ വിഡ്ഢികൾ, അവരാണ് യഥാർത്ഥത്തിൽ ഈ ലോകം കാണാത്തവർ എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശരിയായ പാതയിൽ നിർഭയം മുന്നോട്ട് പോകാൻ DYFIക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.